എമർജൻസി സിറ്റുവേഷൻ ഗൈസ്, ഒരുപാട് മീറ്റിംഗ്സ് ഒക്കെ ക്യാൻസൽ ആക്കിയിട്ട് ഞാനും തൊപ്പി അങ്ങനെ റൈഡിംഗ് കേസ് ഇട്ടേക്ക് നാട്ടിലേക്ക് വരികയാണ്. അലമ്പുണ്ടാക്കരുത്. ഇനി എന്നെ കൊണ്ട് മേല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അടങ്ങി ഒതുങ്ങിയിരുന്ന് തന്നാ മതി. എന്താ ചെയ്യാ, ഇതാണ് സ്ഥിതി. ഇയാളെ കൊണ്ട് വലിയ ഇടങ്ങാറായല്ലോ. ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? മഹാ അലമ്പും ബോറും ഈ ഒരു സീന് മൊത്തത്തില് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു മാറ്റിയത് ഈ ഒരു ഒറ്റ ഒരുത്തനായിപ്പോയി. റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. നിങ്ങൾ അവിടുന്ന് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ജന ടിക്കറ്റ് എടുത്തിട്ട് AC കയറി സാറിന്റെ ടിക്കറ്റ്? അയ്യോ എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? കാശുള്ളൂ, സ്റ്റാൻഡേർഡ് ഇല്ല. സ്വാഭാവികം വണ്ടി എടുത്തല്ലോ. അപ്പൊ അവിടുന്ന് പറഞ്ഞോണ്ടാക്കി നമ്മൾ അത് കൺവേർട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ സ്ലീപ്പറിൽ പോയി ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞാൽ എവിടെയാണ് ന്യായം? വീഡിയോ ഉണ്ടാക്കുന്നല്ല. ഞാൻ നിങ്ങൾ ജനറൽ ടിക്കറ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ സ്ലീപ്പറിൽ നിൽക്കണേ, നിങ്ങൾ വീഡിയോ എടുക്കാനോ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കാര്യം അറിയാനോ വേണ്ടേ? എന്തൊരു കഷ്ടമാണ് എന്റെ നാവ്. ടിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈൻ അടിക്കാൻ ബാധ്യത. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിന്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? ഈ രാത്രി 12 മണി സമയത്ത് നിങ്ങളെ ഈ ട്രെയിനിൽ കയറിയിട്ട് AC-നകത്ത് കടക്കാനുള്ള ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? തരികിടയാണല്ലേ? എന്തൊരു കുരിശായി പോയിട്ട് ഭഗവാനെ. ഇത് ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓടുന്ന ട്രെയിൻ ചാടിച്ചാവണോ? ആളുകളെ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. പരിപാടി ഇതിന്റെ ടിക്കറ്റ് ഞങ്ങളൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ മോനെ മെനക്കടല്ലേ വെറുതെ. താൻ എന്റെ വില കളയോ? ഈ ഓളം വെട്ടുള്ളവന്മാരെല്ലാം കൂടെ എന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. ഒന്ന് പോയി തരോ? ആരെ വീഡിയോ എടുത്ത പ്രശ്നം ഏത് സാറാണ്? ഈ സാറാണ് വീഡിയോ ഫോൺ. ഈ സാറ് പറയാ വീഡിയോ എടുത്ത എടുക്കാൻ പറ്റില്ല, ഫോൺ എടുത്തോ. എന്റെ തനി സ്വഭാവം എടുപ്പിക്കരുത്. അറസ്റ്റ് ചെയ്യാൻ ഞാൻ മടിക്കില്ല. അത് വേണ മുത്ത എന്താണ് ചങ്ങാന്റെ പേര്? പേര് മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. എനിക്ക് ഈടായിട്ട് ഈ ഗോതമ്പുണ്ട തന്നെ വലിയ പ്രയാസമാണ്. ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ? നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽ വാസിന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ? അല്ല നീ എന്നാ പറ, നീ എന്നാ പറ. പ്രൂഫ് അപരാധിച്ച ഭർത്താവാണോ നിങ്ങൾ? എന്താണ് പേര്? നോക്കട്ടെ. ആസ്ഥാനത്തിന് വെളിപ്പെടുത്തുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ നിലയിൽ എഴുതി വെച്ചിരും. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.